നമുക്കിനി മലേഷ്യയ്ക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബോട് കൂടിയിട്ട് പോകാൻ പറ്റും. ഒരു സ്പോൺസർഷിപ്പ് ജോബാവും കേട്ടോ. ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അതുമാത്രമല്ല 4500 മലേഷ്യൻ റിങ്കിറ്റ് വരെ, അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 79,731 രൂപ വരെ മാസവരുമാനം കിട്ടുന്ന ജോലികളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു വിസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു ജോബ്സിനൊക്കെ പോകാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. സ്കിൽഡ് ജോബുകളാണ് പറയുന്നത്. ബട്ട് എന്നാലും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. ലോ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സും ഉണ്ട്. ഐ മീൻ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസിലുള്ള ജോബ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഏഷ്യൻ കൺട്രിയാണ്. സോ നമുക്കൊരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല. IELTSO, ടോഫലോ അല്ലെങ്കിൽ OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. മലയാണ് ഈ ഒരു മലേഷ്യത്തെ ലാംഗ്വേജ് എന്ന് നമുക്കറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു മലേഷ്യ വർക്ക് വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നോക്കി നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ വിസ പെർമിറ്റ്സ്, വിസ പാസസ് ഉണ്ട്, അതുപോലെ തന്നെ വിസ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. സോ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഗൈസ്, നമ്മളിപ്പോൾ മലേഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മലേഷ്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് കോലാലംപൂരാണ്. പിന്നെ അതുപോലെ തന്നെ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ സിംഗപ്പൂർ, പിന്നെ ഫിലിപ്പീൻസ്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടും കുറച്ച് ഐലാൻഡുകളൊക്കെ ആയിട്ടാണ് മലേഷ്യ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ആൻഡ് മലയാളി ലാംഗ്വേജും അതുപോലെ തന്നെ മലേഷ്യൻ റിങ്കിറ്റും ആണ് കറൻസി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കി നോക്കാം. ഈ ഒരു മലേഷ്യൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 2023 15,89,720 അപ്ലിക്കൻസിന് അവിടെ ജോബ് കിട്ടിയിട്ടുണ്ട്. അതായത് എംപ്ലോയ്മെൻറ്റ് പാസ് അലോ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്, അതായത് വർക്ക് പെർമിറ്റ് തന്നെയാണ് കേട്ടോ ഈ എംപ്ലോയ്മെൻറ്റ് പാസ് എന്ന് പറയുന്നത്. സോ ഇതിൽ കൂടുതൽ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് എന്തായാലും ഇനി ഈ ഒരു ടൈപ്സ് ഓഫ് മലേഷ്യൻ വർക്ക് പെർമിറ്റ്സ്, അതായത് വർക്ക് പാസസ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പാസ് അല്ലെങ്കിൽ പെർമിറ്റ്, EP. ഈ ഒരു പെർമിറ്റ് ആണ് കേട്ടോ മോസ്റ്റ് കോമൺ വർക്ക് പെർമിറ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത്. അതായത് ഫോറിൻ വർക്കറിന് അവിടെ ഈ ഒരു മലേഷ്യത്തെ ഒരു കമ്പനിയിൽ വന്നിട്ട്, അതായത് ഹൈലി സ്കിൽഡ് പൊസിഷൻ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് പെർമിറ്റാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു പാസിൻ്റെ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇത് 1 to 5 years ആണ് ഈ ഒരു പാസ് വാലിഡ് ആയിട്ട് ഉണ്ടാവുക എന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് യുവർ വർക്ക് ആൻഡ് വർക്ക് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് പറയുന്നത് ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്, TEP. ഈ ഒരു പാസ്, ഈ ഒരു ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ് ആർക്കൊക്കെയാണ് കൊടുക്കുക, ഏതൊക്കെ ജോബ് സെക്ടേഴ്സിനാണ് കൊടുക്കുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. സോ അവർക്ക്, അതുപോലെ തന്നെ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡിലുള്ളവർക്ക്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക്, പിന്നെ ഈ ഒരു സർവീസ് സെക്ഷൻസ് കേട്ടോ. ഇത്രയും കാറ്റഗറീസിൽ വരുന്നവർക്കൊക്കെയാണ് ഈ ഒരു ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ് കൊടുക്കുക. ഈ അഗ്രികൾച്ചർ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ പ്ലാന്റേഷൻ ജോബ്സും അങ്ങനെ ഒരുപാട് ജോബ്സുകൾ ഉണ്ടാവും. പിന്നെ കൺസ്ട്രക്ഷൻ ജോബ്സിൽ ഒരുപാട് ജോബ്സ് വരും. പിന്നെ സർവീസ്, മാനുഫാക്ചറിങ്, പല പല കമ്പനീസിലും ഒക്കെ മാനുഫാക്ചറിങ് ഫീൽഡ്സ് ഉണ്ടാവും. സോ ഇതിൽ നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ് വഴി നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ജോബ് കാറ്റഗറീസ് വരുന്നത്. ഈ ഒരു ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസും 2 കാറ്റഗറീസിലുണ്ട്. അതായത് ഒന്ന് ഫോറിൻ വർക്കേഴ്സ് ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ്. ഇതെന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നത്. ഫോറിൻ വർക്കേഴ്സിന് കൊടുക്കുന്ന ടെമ്പററി പാസുകളിൽ കൂടുതൽ കൊടുക്കുന്ന ഒരു വർക്കിംഗ് പാസ് പറയുന്നത് ഈ ഒരു ഫോറിൻ വർക്കേഴ്സ് ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ് ആണ്. ദിസ് പാസ് ഈസ് ആൾസോ നൗൺ ആസ് ടെമ്പററി വിസിറ്റ് പാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് 18 to 45 വയസ്സിന് ഉള്ളിലുള്ള ആളുകൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക ഈ ഒരു പാസിന് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 14ഓളം രാജ്യങ്ങളെ പേര് ഇവർ പറയുന്നുണ്ട്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക അടക്കമുള്ള ഒരു 14ഓളം രാജ്യങ്ങളിലത്തെ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പാസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഇതിൽ തന്നെ രണ്ടാമത്തെ വരുന്നതാണ് ഫോറിൻ ഡൊമസ്റ്റിക് ഹെൽപ്പർ ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസ്, അതായത് FDH. അപ്പോൾ ഈ ഒരു പാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലി ഫീമെയിൽസിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. 21 to 45 വയസ്സിനുള്ളിലുള്ള ഫീമെയിൽസിന്. ഇതിലും ഇന്ത്യ അടക്കമുള്ള ഒരു 8 രാജ്യങ്ങളിലത്തെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിനൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇന്ത്യ എന്തായാലും ഈ 2 കാറ്റഗറീസിലുണ്ട്. ഇതാണ് വരുന്നത് ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസിൽ 2 കാറ്റഗറീസിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് പെർമിറ്റുകൾ അല്ലെങ്കിൽ പാസുകൾ വരുന്നത്. ഇനി ഈ ഒരു മലേഷ്യൻ വർക്ക് വിസ കിട്ടാനായിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു വിസ കിട്ടാനായിട്ട് എംപ്ലോയ്മെൻറ്റ് പാസിലുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി നോക്കാം. അതായത് നമ്മൾ ക്വാളിഫൈഡ് അപ്ലിക്കൻ്റ് ആയിരിക്കണം. നമ്മൾ ഏത് പോസ്റ്റിനാണോ അവിടെ നോക്കുന്നത് അതിനുള്ള പ്രോപ്പർ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസിൽ പോണ ആളുകൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് കൺട്രീസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ അടക്കമുള്ളത്. അതിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയിലുള്ള ഒരാളായിരിക്കണം. ഓക്കെ, നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ എലിജിബിളാണ്. പിന്നെ അതുപോലെ തന്നെ 18 to 45 വയസ്സിൻ്റെ ഉള്ളിൽ ഏജ് വേണം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പാസിൽ പോകാനായിട്ട് നമുക്കൊരു അതായത് ക്വാളിഫിക്കേഷൻസ്, അതായത് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണമെന്ന് പറയുന്നില്ല. ബിക്കോസ് നമ്മൾ അതിൽ കുറച്ച് ജോബ് കാറ്റഗറീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, അങ്ങനെ 4-5 ജോബ് കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ സ്കിൽഡ് ആയിരുന്നാൽ മതി, അല്ലാതെ വേറൊരു ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണമെന്ന് പറയുന്നില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ, ഈ 2 പാസിലും പോകാനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി എന്തായാലും ഒരു മലേഷ്യ വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസും സ്റ്റുഡൻറ്റ് വിസ ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, എന്തായാലും പതിവ് പോലെ തന്നെ ഇനി ലാഗ് അടിപ്പിക്കണില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇനി ഒരു വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം, ഒരു 4 സ്റ്റെപ്പിൽ പറഞ്ഞുതരാം കേട്ടോ. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം പറയുന്നത് മലേഷ്യയിൽ നമ്മൾ ആദ്യം ഒരു ജോബ് കണ്ടെത്തുക. അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അല്ലാത്തൊരു ജോബാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കുറച്ചൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ജോബ് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് നമുക്ക് അവിടെ ജോബ് തരുന്ന കമ്പനി അല്ലെങ്കിൽ അവിടുത്തെ ആ എംപ്ലോയർ ഈ ഒരു വർക്ക് പെർമിറ്റിന്, അതായത് വർക്കിംഗ് പാസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലേഷ്യയിലുള്ള അവിടെ അപ്ലൈ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസും ഒക്കെ കൈമാറേണ്ടി വരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മലേഷ്യ വിസ റെഫറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ചില കൺട്രീസിനൊന്നും ഈ ഒരു മലേഷ്യ വിസ വേണമെന്ന്, അതായത് റിക്വയർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തായാലും മലേഷ്യൻ വിസ റിക്വയർഡ് ആണ് കേട്ടോ. സോ നമ്മൾ എന്തായാലും അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് പറയണത്. പിന്നെ നാലാമത്തെ കാര്യം പറയുന്നത് നമ്മളിപ്പോൾ ഒരു വിസ ഫ്രീ നാഷണൽസിന് പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് മാത്രം മതി എന്നാണ് പറയുന്നത്. ബട്ട് നമുക്ക് എന്തായാലും വിസ വേണ്ടി വരും. ഓക്കെ, എന്തായാലും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതായത് വിസ ആപ്ലിക്കേഷൻ നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മലേഷ്യൻ എംബസിയിൽ പോയിട്ട്, മലേഷ്യൻ എംബസി ആൻഡ് ഹൈ കമ്മീഷൻസ് ഓഫീസ് ഉണ്ടാവും, അവിടെ പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്കിത് ഓൺലൈനായിട്ട് ഈ വിസ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് നോക്കുക. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ അപ്രൂവൽ ലെറ്റർ, അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലേഷ്യ എന്നുള്ള അത് വേണ്ടി വരും. അപ്രൂവൽ ലെറ്റർ, അതായത് ജോബ് ഓഫറിൻ്റെ ലെറ്റർ വേണ്ടി വരും. വർക്ക് പെർമിറ്റിൻ്റെ ലെറ്റർ വേണ്ടി വരും. പിന്നെ ഒറിജിനൽ പാസ്പോർട്ട് വേണ്ടി വരും, നമ്മളുടെ പാസ്പോർട്ട്. പിന്നെ നമ്മളുടെ ആ ഒരു പാസ്പോർട്ടിൻ്റെ 2 ഫോട്ടോ കോപ്പീസ് വേണ്ടി വരും. പിന്നെ പറയുന്നത് വിസ ആപ്ലിക്കേഷൻ ഫോം, അതായത് ഫോം IMM.47 പറഞ്ഞ ഈ ഒരു ഫോമിൻ്റെ 2 ഫോട്ടോ കോപ്പീസ് വേണ്ടി വരും. പിന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു അപ്ലിക്കൻ്റ് ആ പോണ ഒരാളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണ്ടി വരും. പിന്നെ പറയുന്നത് ഒറിജിനൽ ആൻഡ് 2 ഫോട്ടോഗ്രാഫീസ് ഓഫ് ആൻ എയർ ടിക്കറ്റ് വേണ്ടി വരും. പിന്നെ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് വിസ ഫീ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തായാലും റിക്വയർഡ് ആണ്. അതായത് ഈ ഒരു വിസ റെഫറൻസ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇതൊക്കെ വേണ്ടി വരും. ഇതൊക്കെയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണതും അത് കഴിഞ്ഞിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണതും കേട്ടോ. ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സും വേണ്ടത്.
ഞാൻ ഇതിനാവശ്യമുള്ള ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക, നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഈ ഒരു വീഡിയോ ആൾറെഡി ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യും. സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റിക്വയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും മലേഷ്യക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ്, ടൂറിസ്റ്റ് വിസ, സ്റ്റുഡൻറ്റ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം, ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.